ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലി വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു കടച്ചക്ക, ഒരു ശീമച്ചക്ക വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവുകയാണ്. കടച്ചക്ക വറുത്തരച്ച് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയിൽ ഞങ്ങൾ ഒരു 1000 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ കടച്ചക്ക ഉണ്ടാകുന്ന വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ കടച്ചക്കയുടെ തൊലി ചെത്തി എടുക്കുകയാണ്. നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി അത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ പണ്ടത്തെ ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ഇത് എല്ലാവരും കടച്ചക്കയൊക്കെ കിട്ടാനൊക്കെ വളരെ റെയറാണ്. എന്നാലും പുറമെയുള്ള സ്ഥലങ്ങളിലേക്ക്, അബ്രോഡ് ഏരിയയിലൊക്കെ കടച്ചക്ക കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ഒരു റെസിപ്പി തന്നെയാണ് കടച്ചക്ക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. തൊലിയൊക്കെ ചെത്തി കട്ട് ചെയ്തെടുക്കുക. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കടച്ചൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പുറമേ തൊലിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. പഴമയുടെ ഒരു പഴയ ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഇത് പാവങ്ങളുടെ ഒരു ഇറച്ചി തന്നെയാണ് എന്നെല്ലാവരും, പാവങ്ങളുടെ ഇറച്ചി തന്നെയാണെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. നന്നായിട്ട് വറുത്തരച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറീനേക്കാളും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. നമുക്കത് ഫുൾ അരിഞ്ഞിട്ട് കാണാം. നമ്മൾ കടച്ചക്ക നന്നായിട്ട് കഴുകി എടുക്കുകയാണ്. കഴുകി നമുക്കൊരു വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇതുപോലെ നന്നായിട്ട് കഴുകുക. അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകുക, അല്ലെങ്കിൽ നമ്മളിതുപോലെ സാധാ വെള്ളത്തിലിട്ടൊന്ന് കഴുകി 2-3 വട്ടം കഴുകി എടുത്ത് നമ്മൾ ഇതുപോലെ കഴുകി എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള എന്തെങ്കിലും കെമിക്കൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകും. സാധാരണ ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് വെച്ച് കഴുകി എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് വേവിക്കാൻ വെക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് വേവിക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്കതിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തേങ്ങ എങ്ങനെ വറുത്തെടുക്കാം. നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ പോവുകയാണ്. അതിലേക്ക് നമ്മൾ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ കറിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് തേങ്ങ വറുത്തരച്ച് തന്നെയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട്. ഈ കളറിലേക്ക് വരണം. നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഓൾറെഡി ഇതിനകത്ത് നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ചൂടോട് തന്നെയാണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിൽ മുളക് പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് അടുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ടൊന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക. അധികം കരിയാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തതെല്ലാം ചൂടാറാൻ വെച്ചേക്കുകയാണ്. അപ്പോൾ ഏകദേശം ചൂടാറി റെഡി ആയി കഴിയുമ്പോഴത്തേനും നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം.
നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുക. വെള്ളമൊന്നും ചേർക്കാതെ നമ്മളതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. നമുക്ക് കറിക്ക് കടുക് വറുത്ത് കൊടുക്കാൻ പോവുകയാണ്. കടുക് വറുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയിലേക്ക് എണ്ണ ഏകദേശം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്, കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചുവന്നുള്ളി പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ 2 കഷ്ണം പച്ചമുളക് കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഏകദേശം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. ഏകദേശം ചൂടായി വരുമ്പോഴത്തേന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം നമ്മുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏകദേശം കടച്ചക്ക കറി ഇവിടെ തിളച്ച് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അത് ഏകദേശം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കടച്ചക്ക കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. വായിൽ കൊതിയേറുമായിട്ടുള്ള കടച്ചക്ക കറിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. പുറമേ ഉള്ളവർക്ക് ഇത് കിട്ടാൻ അവൈലബിൾ അല്ല, എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നമ്മൾ ഏകദേശം 1000 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം.